നമസ്തേ. വീണ്ടും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരെ മുസ്ലിം ലീഗും UDFും രംഗത്ത്. ക്ഷേത്രങ്ങളിൽ ഭക്തിഗാനങ്ങൾ പുറത്തേക്ക് കേൾക്കരുതെന്നാണ് മുസ്ലിം ലീഗിന്റെ പുതിയ തിട്ടൂര്. മലപ്പുറം എടവണ്ണയിൽ നടന്ന UDFിന്റെ വിജയാഘോഷത്തിനിടെയാണ് മുസ്ലിം ലീഗ് മുദ്രാവാക്യം മുഴക്കിയത്. അമ്പലത്തിൽ വേണ്ടട്ടോ നാട്ടുകാർക്ക് ശല്യമുള്ള പാട്ടവിടെ ഉച്ചത്തിൽ വേണ്ടട്ടോ UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ്. ക്ഷേത്രങ്ങളിലെ ഭക്തിഗാനങ്ങൾ പുറത്തേക്ക് കേൾക്കരുതെന്നും അത് ഞങ്ങൾ നിർത്തുമെന്ന തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടെ ഉയർത്തിയത്. എടവണ്ണ കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് മുസ്ലിം ലീഗിന്റെ ഹിന്ദുവിരുദ്ധത നിറഞ്ഞ പ്രകടനം നടന്നത്. ക്ഷേത്രത്തിൽ പുലർച്ചെ ഭക്തിഗാനം വെക്കാറുണ്ട്. പോലീസിന്റെ അടക്കം അനുമതിയോടെ കൃത്യമായ നിയമം പാലിച്ചാണ് സുപ്രഭാതം അടക്കമുള്ള ഭക്തിഗാനങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഇവിടെ വെക്കാറുള്ളത്. അതിനിടെയാണ് ക്ഷേത്രത്തിലെ ഭക്തിഗാനങ്ങൾ നാട്ടുകാർക്ക് ശല്യമാണ് എന്ന പുതിയ കണ്ടുപിടുത്തവുമായി UDF രംഗത്ത് വന്നിരിക്കുന്നത്. ക്ഷേത്രത്തിൽ കാലങ്ങളായി വെക്കുന്ന സുപ്രഭാതത്തിന്റെ വിലക്ക് ഏർപ്പെടുത്താനാണ് ഇക്കൂട്ടരുടെ നീക്കം. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ക്ഷേത്രമാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെയും SDPIയുടെയും മേൽവിലാസത്തിൽ UDF മലപ്പുറത്ത് വലിയ വിജയമാണ് നേടിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കളമൊരുക്കാനുള്ള നീക്കവും UDF മലപ്പുറത്ത് തുടങ്ങിക്കഴിഞ്ഞു. അനിസ്ലാമികമായ എന്തിനേയും എതിർക്കുക എന്ന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പുതിയ ഘട്ടത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ മാരക വേർഷൻ കേരള ജനത കാണുകയും കേൾക്കുകയും വേണ്ടിവരുമെന്നാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേത്രത്തിലെ ഭക്തിഗാനത്തിന് വിലക്കേർപ്പെടുത്താൻ UDF രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ അതിന്റെ സൂചനയാണ്. എന്നാൽ പ്രദേശത്തെ ഇതര മതസ്ഥാപനങ്ങളിൽ ഉച്ചത്തിൽ വയ്ക്കുന്ന മൈക്ക് അനൗൺസ്മെന്റുകൾക്കോ മറ്റു യാതൊരു എതിർപ്പും ഇവർക്കില്ല. എടവണ്ണ പഞ്ചായത്തിൽ 6ാം വാർഡിലാണ് കൊളപ്പാട് വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അപകടകരമായ സന്ദേശമാണ് UDFിന്റെ നടപടി നൽകുന്നതെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ ഭക്തജനങ്ങൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ ഇടതു വലതു മുന്നണികളുടെ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം കാരണം ഹൈന്ദവ ജനതയ്ക്കെതിരെ, ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരെ, ആചാരങ്ങൾക്കെതിരെ, വിശ്വാസങ്ങൾക്കെതിരെ കടുത്ത ലംഘനങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തുകയാണ് ഇടതു വലതു മുന്നണികൾ. പ്രതികരിക്കുന്നവരുടെ വാ മൂടിക്കെട്ടാനും ഇവർ ശ്രമിക്കുന്നു. സർക്കാർ അതിന് പിന്തുണ നൽകുന്നു. മതേതരത്വം വിളങ്ങുന്ന ഈ നാട്ടിലാണ് ഇത്തരം സംഭവങ്ങൾ ദിനം പ്രതി അരങ്ങേറുന്നത്. ഗണപതി മിത്താണെന്ന് പറയുക, ദേവീദേവന്മാരെ അവഹേളിക്കുക, ശബരിമല കൊള്ളയടിക്കുക, സ്വർണ്ണക്കൊള്ള നടത്തുക, കൊട്ടാരക്കര ക്ഷേത്രം പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ പ്രസാദങ്ങളിലും മറ്റും മായവും തട്ടിപ്പും നടത്തുക, ഹൈന്ദവ കലാരൂപങ്ങളെ വികലമാക്കി ചിത്രീകരിക്കുക തുടങ്ങി അനേകം ഹിന്ദു വിരുദ്ധ കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും ഒരുപോലെ കാണേണ്ട ഇടത്താണ് ഇവിടെ ഹിന്ദുക്കളുടെ മേൽ മാത്രം ഇത്തരം അടിച്ചമർത്തലുകളും നിയന്ത്രണങ്ങളും അവഹേളനങ്ങളും ഉണ്ടാവുന്നത്. ഇത് മാറണം. അതിനായി ഹൈന്ദവർ ഉണരണം, പ്രതികരിക്കണം. ഇല്ലെങ്കിൽ വലിയ ഹിന്ദു വംശീയതകൾക്ക് നമുക്ക് സാക്ഷിയാകേണ്ടി വരും.